ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിക്കുന്ന വാർത്തകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയത തലച്ചോറിലില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശം ഇന്ത്യയല്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ആശയം എന്താണ്? നമുക്ക് ജനങ്ങൾ ആധിപത്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഭരണ സംവിധാനമല്ല ആവശ്യം. നമുക്കവിടെ മതങ്ങൾക്കായിരിക്കണം ആധിപത്യം. അങ്ങനെ മത ആധിപത്യം സ്ഥാപിക്കണം. ഒന്നതാണ്. രണ്ടാമതായി, നമുക്ക് മതമാണ് മുഖ്യം, മത ഇതരത്വമല്ല. അതുകൊണ്ടാണ് ഷാജിമാര് പ്രസംഗിക്കുന്നത് മതമാണു 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 ഞങ്ങളുടെ പ്രശ്നം. ഇവരുടെ അടിസ്ഥാന പ്രശ്നം ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും മതമാണ്. അതുകൊണ്ടാണ് ഇവർ അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലേക്കും ചേക്കേറിയിട്ട് അവിടെയൊക്കെ ഖുർആനും ഹിജാബും ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങളുമൊക്കെ കൂട്ടിയിട്ടവരെ ചാരമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരൊരു കയ്യിൽ പുസ്തകവും മറുകൈയിൽ ഇവർക്ക് വളരെ പ്രിയപ്പെട്ട ഇൻസ്ട്രുമെന്റ്സും എടുത്തിട്ട് അങ്ങ് ഇറങ്ങുക. എന്തിന്? കാഫിറുകളെ ഇല്ലാതാക്കാൻ. അതെ, കാഫിറുകളെ ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നീട് നമുക്ക് പരസ്പരമാകാം. ഇപ്പൊ നമുക്ക് തൽക്കാലം കാഫിറുകളെ ഇല്ലായ്മ ചെയ്യാം, ഒരുമിച്ച് നിന്നിട്ട് എല്ലാ വിശ്വാസികളും. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് നിൽക്കാം. പിന്നീട് നമുക്ക് തമ്മി തല്ലു തുടങ്ങാം. അങ്ങനെയാണല്ലോ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കാണുന്നത്. ബംഗ്ലാദേശിൽ അവാമി ലീഗ് ആദ്യം ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ ഇല്ലാതാക്കിയിട്ടു വേണം അവർക്ക് പരസ്പരം തമ്മി തല്ലുകൂടാൻ. പാകിസ്ഥാനിൽ അവർ പരസ്പരം തല്ല, അഫ്ഗാനിൽ പരസ്പരം തല്ല, ഇറാനിൽ അവർ പരസ്പരം തല്ല, സിറിയയിലെ തുർക്കിയിൽ എന്നു വേണ്ട അനേകം ഇസ്ലാമിക രാജ്യങ്ങളിൽ അവർ പരസ്പരം പോരടിക്കുന്നു, കൊമ്പ് കോർക്കുന്നു. എന്തിന്റെ കുറവാണുള്ളത്? അങ്ങനെയുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കുമെതിരാണ് ഇവരെല്ലാ കാലത്തും. ദേശീയത ഈ ലോകമൊന്നുമല്ല നമുക്ക് പ്രിയപ്പെട്ടതാകേണ്ടത്. ഈ ലോകത്ത് നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം, അതല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ. ഇങ്ങനെ നീ ജീവിക്കാൻ പാടുള്ളൂ. കാരണം നിനക്ക് ശാശ്വതമായ ലോകം പരലോകമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ആധിപത്യമല്ല, പടച്ചവന്റെ ഭരണമായിരിക്കണം. അവിടെ മതത്തിനായിരിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മത ഇതരത്വമല്ല നമുക്ക് വേണ്ടത്. മറ്റ് ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകളെയൊക്കെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വംശഹത്യ നടന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ത്യൻ ദേശീയ പതാക വലിച്ചിട്ട് തറയിലിട്ടിട്ട് അതിന്റെ പുറത്തൂടി വാഹനങ്ങൾ ഓടിക്കുകയും ഇവർ കാൽനട യാത്ര നടത്തുകയും ചെയ്തത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഇന്ത്യയുടെ ദേശീയ പതാകയോട് എത്രമാത്രം അമർഷമുണ്ട് എന്നതിന്റെ തെളിവാണ്. എന്നിട്ട് അരിക്ക് വേണ്ടി കൈനീട്ടും, ഇന്ധനത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇന്ത്യയോട് കൈനീട്ടും. എന്നിട്ട് ഇന്ത്യ കൊടുക്കുന്ന പിച്ച വാങ്ങിച്ച് തിന്നിട്ട് ഇന്ത്യക്കെതിരെ തന്നെ കൈവെക്കും. ചില ആളുകൾ അങ്ങനെയാണ്. നന്ദി എന്നത് 7 അയലത്ത് പോലും പോയിട്ടുണ്ടാവില്ല. ഷെയ്ഖ് ദർഗയിൽ ദേശീയ പതാകയെ അനാദരിച്ച 6 പേർക്കെതിരെ കലബുറഗി ചൌക്ക് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഷെയ്ഖ് ദർഗയിൽ ഒരു പിറന്നാളിനോടനുബന്ധിച്ച് സമൂഹ വിവാഹം സംഘടിപ്പിച്ചിരുന്നു. ഈ അവസരത്തിൽ ദേശീയ പതാക മുസ്ലിം പതാകയ്ക്ക് താഴെയാണ് കെട്ടിയത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലായി. പതാക നിയമങ്ങൾ അനുസരിച്ച് ദേശീയ പതാക മറ്റൊരു പതാകയ്ക്കും താഴെയായി ഉയർത്താൻ പാടില്ല. ദേശീയ പതാകയെ അപമാനിച്ചുവെന്ന് കാട്ടി മുസ്ലിം നേതാവും അഭിഭാഷകനുമായ മുഹമ്മദാണ് കേസ് ഫയൽ ചെയ്തത്. 1971 ദേശീയ ബഹുമതിയെ അപമാനിക്കുന്നത് തടയൽ നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരം മുഹമ്മദ് അഫ്സലുദ്ദീൻ ജുനൈദി, മുഹമ്മദ് കിവാദ് മുനൈദീൻ ജുനൈദി, താഹിർ അലാവുദ്ദീൻ ജുനൈദി, ഫക്രുദ്ദീൻ മലിയാൻ, റിസ്വാൽ അഹമ്മദ്, മൗലാൻ അഹമ്മദ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നാൽ ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ ഇതിനു മുൻപും കേസെടുത്തിട്ടുണ്ടായിരുന്നു. കലിയാമ്പറ്റിയിൽ ലീഗിന്റെ കൊടിമരത്തിൽ പാർട്ടി ചിഹ്നത്തിന് താഴെയായാണ് പ്രവർത്തകർ ദേശീയ പതാക ഉയർത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു.
അതേസമയം ദേശീയ പതാക അവഹേളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കർശന നിയമം വരുന്നുണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ദേശീയ പതാക അവഹേളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. 1971 ദേശീയ പതാക അവഹേളിക്കൽ നിയമം, 2002 ഇന്ത്യൻ പതാക കോഡ് തുടങ്ങിയ നിയമം അനുസരിച്ച് ശക്തമായ നടപടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് നിർദ്ദേശം നൽകിയിരുന്നത്. ദേശീയ ഗാനം എപ്പോഴൊക്കെ ചൊല്ലണമെന്നും ആദരവോടെ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും മാർഗനിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. കൂടാതെ ദേശീയ ചിഹ്നം പതാക അവഹേളിക്കൽ, രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ, പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ, സുപ്രീം കോടതിയുടെ ചിത്രങ്ങൾ തുടങ്ങിയവ ദുരുപയോഗം ചെയ്യൽ എന്നീ കുറ്റങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പിഴയ്ക്കും തടവിനും വ്യവസ്ഥ ചെയ്ത് ശിക്ഷ കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത്. നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ പിഴ 500 രൂപ മാത്രമായതിനാൽ ശിക്ഷാഫലം ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തുന്നത്. ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന 2005 ഇന്ത്യയുടെ ദേശീയ ചിഹ്ന നിയമവും ഉപഭോക്തൃകാര്യ വകുപ്പിന് കീഴിലുള്ള 1950 ചിഹ്നങ്ങളും പേരുകളും നിയമവും ഒരേ വകുപ്പിന് കീഴിലാക്കാനാണ് ശ്രമം. ഇത് സംബന്ധിച്ച് ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നു. ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് 1 ലക്ഷവും ആവർത്തിക്കുന്നവർക്ക് 5 ലക്ഷവും പിഴയും 6 മാസം വരെ തടവും ശിക്ഷ നൽകണമെന്ന് ഉപഭോക്തൃകാര്യ വകുപ്പ് 2019 നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയിരുന്നില്ല. ഇന്ത്യ കമ്മീഷൻ, കോർപ്പറേഷൻ, ബ്യൂറോ തുടങ്ങിയ വാക്കുകൾ തങ്ങളുടെ പേരിനൊപ്പം ചേർക്കാൻ വിവിധ സന്നദ്ധ സംഘടനകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനായി ധാരാളം അപേക്ഷകളാണ് സർക്കാരിന് മുന്നിലെത്തുന്നത്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കവും. ഈയിടെ നടന്ന മന്ത്രിതല യോഗത്തിന് ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായിരുന്നു. ചർച്ചയുണ്ടായെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എങ്ങനെയുണ്ട്? ദേശീയ പതാകയെ അപമാനിച്ചാൽ 500 രൂപ ഫൈൻ കെട്ടി മിണ്ടാതിരുന്നാ മതിയോ? പോരാ. 1 ലക്ഷം രൂപ പിഴയും 6 മാസം തടവും. നരേന്ദ്രമോദി പൊളിയാണല്ലേ. ഇനിയും പറയാമോ അല്ലാന്ന്? അപ്പോ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കണം, ഈ രാജ്യത്തിന്റെ ചിഹ്നങ്ങളെ മാനിക്കണം. അപ്പോ കൂട്ടത്തിൽ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളുമുണ്ട്. ആ രൂപത്തിലുള്ള ദേശീയ മുസ്ലിങ്ങളുമുണ്ട്. അതിന് തെളിവാണ് ഒരു മുസ്ലിം അഡ്വക്കേറ്റ് തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് സൈബർ ഇടങ്ങളിൽ എല്ലാത്തിനും തെളിവ് വേണം. ദേശീയ പതാകയെ അപമാനിച്ച ആ കൂട്ടങ്ങളുടെ വീഡിയോയും അതുപോലെ പതാക കെട്ടിയിരിക്കുന്ന രീതിയും എല്ലാം ഫോട്ടോസും വിഷ്വൽസും ഒക്കെ കാണിച്ചിട്ട് തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഈ മുസ്ലിം വക്കീലുണ്ടല്ലോ, അദ്ദേഹത്തിന് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വരുന്നത് മഹല്ല് കമ്മിറ്റി ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ, പലരുടെയും സാക്ഷി പറച്ചിലുകൾ. ബൈബിളില് എണ്ണയൊഴിച്ച് കത്തിച്ച മുസ്തഫ അയാൾക്ക് മാനസിക രോഗമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ പോലീസായിരുന്നു. അയാൾ പറഞ്ഞിട്ടില്ല, അയാളുടെ കുടുംബക്കാരും പറഞ്ഞിട്ടില്ല. അയാളെ അങ്ങനെ ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ടുമില്ല. ഇങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ അണിയറയിൽ തയ്യാറാകുമല്ലോ. നന്ദി.